ആറന്മുള MLA അബിൻ വർക്കി റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ റാന്നി കഴിഞ്ഞു, ഇനി ആറന്മുളയിൽ വലിയ ഗുരുതര സാഹചര്യമാണുള്ളത്. അതെ തീർച്ചയായിട്ടും. കാരണം റാന്നിയിലുണ്ടായിരുന്ന ഒരു വലിയ അവിചാരിതമായി കണ്ട ഉരുൾപൊട്ടലിൻ്റെയും അതിതീവ്ര മഴയുടെയും പ്രതിഫലനം ഉണ്ടാകുന്നത് ആറന്മുളയിലാണ്. കാരണം ആ വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് ഈ പമ്പയാറ്റിക്കരയാണ്. പമ്പയാർ ആദ്യം കവിയുന്നത് ആറന്മുളയിലാണ്. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ സാഹചര്യമാണ് ആറന്മുളയിലുള്ളത്. കാരണം രാവിലെ ഞാൻ ഈ വഴി വന്നപ്പോൾ ഒരു 7 മണിക്ക് വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ കാണാം, നമുക്ക് വണ്ടിയൊന്നും കടന്നു പോരാൻ പറ്റാത്ത രീതിയിലുള്ള ഒഴുക്കും വെള്ളവും ഇവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘങ്ങളും കൂടുതൽ ക്രമീകരണങ്ങളും ഇവിടെ ആവശ്യമാണ്. രാവിലെ തന്നെ മാറ്റാനുള്ള ആളുകളെയൊക്കെ നമ്മൾ രാവിലെ തന്നെ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്ത് മാറ്റി തുടങ്ങിയിരുന്നു. കാരണം നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് വേണ്ടത് NDRFൻ്റെയും അതുപോലെ തന്നെ കൂടുതൽ സംഘാംഗങ്ങൾ നമുക്ക് ആറന്മുളയിലേക്ക് വേണം. കാരണം ഈ റാന്നി കോൺസെൻട്രേറ്റ് ചെയ്താണ് അവർ രാവിലെ തൊട്ട് നിന്നത്. റാന്നിയിൽ ഇപ്പോൾ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. റാന്നിയിൽ വെള്ളം എത്രമാത്രം താഴുന്നോ അതിൻ്റെ ഇരട്ടിയായി ഇവിടെ ഉയരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ കൂടുതൽ ജാഗ്രത വേണം. കുത്തി ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. ഈ ക്ഷേത്ര പരിസരം മൊത്തം വെള്ളമായി കഴിഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലായി, 2018 പ്രളയത്തോട് സമാനമായ രീതിയിലേക്ക് പോവുകയാണ് ആറന്മുളയിലെ അവസ്ഥ. കാരണം ഒന്ന്, പുഴയ്ക്ക് ആഴമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഒരു മഴയും ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടായാൽ തന്നെ വലിയ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. 2, ഇവിടെ വള്ളസദ്യ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളും ഒക്കെ ആറന്മുളയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വള്ളസദ്യ നടത്തിയിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റാതെ പലരും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്തി ഓൾറെഡി കുറേ പേരെ നമ്മൾ കരയിലെത്തിക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആറന്മുളയുടെ വിവിധ പ്രദേശങ്ങൾ, ആറന്മുള, അതുപോലെ തന്നെ കോഴഞ്ചേരി, മേലുകര, തോട്ടപ്പുഴശ്ശേരി, കോയിപ്പുറം, അതുപോലെ തന്നെ ഇരുവേരൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, എരുവേരിയിലൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്ത് ഐസൊലേറ്റ് ചെയ്ത ആളുകൾ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ കൂടുതൽ ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ബോട്ടുകളുടെ സംവിധാനം ആറന്മുളയിലേക്ക് വേണമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സും NDRFും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് റാന്നിയിലാണ്. പക്ഷെ റാന്നിയിൽ ഇനി വെള്ളം കുറയും തോറും ആറന്മുള കൂടുകയും ആറന്മുള കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് കൂടുതൽ സംഘാംഗങ്ങളെ ആറന്മുളയിലേക്ക് അയക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിനനുസൃതമായി കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവരാണിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ സൈഡിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൊല്ലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ്. അപ്പോൾ അതിനനുസൃതമായ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സുസജ്ജമാണ്. കാരണം ഏത് ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ക്രമീകരണങ്ങൾ കറക്റ്റാണ്. നമുക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് രാത്രിയാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന അവസ്ഥയുള്ളത്. കാരണം അതിനിർണായകമാണ്. കാരണം ഇനി ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആറന്മുള പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പം തന്നെ നമുക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടൊരു വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കൂടുതൽ ജാഗരൂകരായി ആറന്മുളയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ രാത്രിയിലേക്ക് നമ്മൾ നോക്കി കാണണം. അത് എല്ലാ വിധത്തിലും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ നോക്കി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ രാത്രി ആറന്മുളയെ സംബന്ധിച്ച് വലിയ പ്രധാനമുള്ളതാണെന്നാണ് MLA പറയുന്നത്. കാരണം ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി വെള്ളം ആറന്മുള ക്ഷേത്ര പരിസരത്ത് ഈ പ്രദേശത്തൊക്കെ തന്നെ എത്തിത്തുടങ്ങി. ഇനിയും ഈ വെള്ളത്തിൻ്റെ അളവ് തുടർന്നാൽ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടൊക്കെ തന്നെ MLA ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഈ രാത്രി ഏറെ നിർണായകമാണ്. രാത്രിയിൽ ജാഗ്രത തുടരണമെന്നാണ് റോഷ്നി പറയുന്നത്. എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ആറന്മുളയെ സംബന്ധിച്ചിട്ടുള്ളത്. ആറന്മുളയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ റാന്നിയിലൊക്കെ ഉൾപ്പെടെയുള്ള വെള്ളം നേരെ ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണ്. അതുകൊണ്ടാണ് ഏകദേശം രാവിലെ 11:30 ശേഷമാണ് ഒരു ലോറി നിറയെ ആളുകളെ കയറ്റി കൊണ്ടുവരുന്നത്. പറഞ്ഞോളൂ, തുടർന്നോളൂ. അതെ റോഷ്നി, ഈ ആ ഭാഗത്ത് വെള്ളത്തിൽ കുടുങ്ങി നിന്ന ആളുകളെയാണ് ഇപ്പോൾ ഈ ലോറിയിൽ കയറ്റി കൊണ്ടുവരുന്നത്. MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ലോറി സജ്ജീകരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ ലോറിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം. അത്രമാത്രം വെള്ളമാണ് റോഷ്നി. നമുക്കൊക്കെ നടന്നൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വലിയ പ്രതിസന്ധിയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ആളുകളെ ലോറിയിലും ജീപ്പിലും ഒക്കെ ഈ ക്ഷേത്ര പരിസരത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ കൊണ്ടുവരുന്നത്. നേരത്തെ MLA തന്നെ പറഞ്ഞിരുന്നു, കുറേ ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ. അപ്പോൾ അത്തരം ആളുകളെയാണ് ഇപ്പോൾ എന്തായാലും ഈ ലോറിയിലും മറ്റും ഇങ്ങോട്ടേക്ക് നിലവിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ അസാധാരണമായൊരു സാഹചര്യം ആറന്മുളയെ സംബന്ധിച്ചുണ്ട്. രാവിലെ നമ്മൾ
റാന്നിയിൽ എന്തുകൊണ്ടോ അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് ആറന്മുള. കാരണം ഈ റാന്നിയിൽ നിന്ന് ഈ പമ്പാ നദിയിലെ ജലം അത് ഒഴുകി എത്തുന്ന ഒരു പ്രദേശം ആറന്മുളയാണ്. ഈ ആറന്മുളയിൽ തോട്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ ആ തോട്ടങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പാടശേഖരം ഉൾപ്പെടെ ഉണ്ട്. ഈ പാടശേഖരങ്ങളൊക്കെ കാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തുടക്കത്തിലൊക്കെ വന്ന വെള്ളം നേരെ ഈ പാടശേഖരങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. പക്ഷേ നിലവിൽ ഈ പാടശേഖരങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും പമ്പാ നദിയിൽ ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയരുമ്പോൾ, ജലം ഇങ്ങനെ വന്ന് ഒഴുകി വരുമ്പോൾ അത് സ്വാഭാവികമായും ആറന്മുളയ്ക്ക് ആ ഭൂമിശാസ്ത്രപരമായി ഈ സ്ഥലത്തിന് താങ്ങാവുന്നതിലധികം വെള്ളമാകും. സ്വാഭാവികമായും അത് ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ക്ഷേത്രത്തിലൊക്കെ വന്ന് മടങ്ങുന്ന ആളുകളാണ്. ഒപ്പം തന്നെ ഇവിടുന്ന് രാവിലെ തന്നെ പരമാവധി ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പല ആളുകളെയും മാറ്റുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അസാധാരണ സാഹചര്യം ആറന്മുളയിൽ നിലനിൽക്കുന്ന ഒരു മഹാപ്രളയ ഇല്ലെങ്കിൽ റാന്നിയിലേതിന് സമാനമായ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം കലി തുള്ളിക്കൊണ്ട് വലിയ തോതിൽ ജലവുമായാണ് പമ്പാ നദി ആറന്മുള വഴി ഒഴുകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ജലത്തെ വഹിക്കാനുള്ള ഒരു ശേഷി ആ നദിക്ക് ഈ പ്രദേശത്തില്ല. സ്വാഭാവികമായും ഈ നദിയിലെ മണ്ണുൾപ്പെടെ നിൽക്കുന്ന കാര്യത്തിൽ വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ജലം പുറത്തേക്ക് കരകവിഞ്ഞ് ഒഴുകുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും ആറന്മുളയിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയിൽ ഉൾപ്പെടെ ക്ഷേത്രത്തിന് ചുറ്റും ഉൾപ്പെടെ എവിടെ നോക്കിയാലും ജനവാസ മേഖലയിലെല്ലാം തന്നെ ഈ പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും MLA സൂചിപ്പിച്ചതുപോലെ റോഷിനി, ഇന്ന് രാത്രി ഏറെ നിർണായകമാണ്. ഈ രാത്രിയിലാണ് എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഒരു വലിയ ജാഗ്രത പുലർത്തേണ്ടത്.